എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഇയ്യോബിൻ്റെ പുസ്തകം 13 അധ്യായം 15 വാക്യം. ഇയ്യോബ് 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും. ഇയ്യോബ് 19 അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഇയ്യോബിൻ്റെ ശക്തമായ സമർപ്പണത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ വാക്യങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നത്. സകലവും നഷ്ടപ്പെട്ട് എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട് ഒരു ശ്വാസം മാത്രം സമ്പത്തായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യമാണ് ഈ വാക്കുകളിൽ കാണുന്നത്. എല്ലാ നന്മയുടെയും വിളനിലമായിരുന്ന ഇയ്യോബിന് യാതൊന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല എന്ന് തന്നെയല്ല, എല്ലാ സമൃദ്ധിയും ഉണ്ടായിട്ടും ഓരോന്നോരോന്നായി എല്ലാം ശത്രുവായ സാത്താൻ തട്ടിക്കൊണ്ടുപോയി. ദൈവം അറിഞ്ഞും അനുവദിച്ചുമാണ് ഇതെല്ലാം സാത്താന് അപകരിക്കാൻ കഴിഞ്ഞത്. അടുത്തപടിയായി തൻ്റെ ആരോഗ്യവും പുഷ്ടിയും നഷ്ടപ്പെട്ട് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും തള്ളിപ്പറഞ്ഞു. ഇതെല്ലാം കേട്ടറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ വന്ന സുഹൃത്തുക്കൾ എന്തു പറയണം എന്നറിയാതെ ആദ്യം മിണ്ടാതിരുന്നു. പിന്നീട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് മുഴുവൻ കലക്കവെള്ളം പോലെയായി. ഇയ്യോബിൻ്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ അവർക്ക് ഇല്ലാതെ പോയി. പകരം ഇയ്യോബിൻ്റെ ജീവിത വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന വാക്കുകളാണ് അവരിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. അതായത് ശവത്തെ കുത്തുന്നത് പോലെ നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയായിരുന്നു സ്നേഹിതരുടെ പക്കൽ നിന്നും ലഭിച്ചത്. ഈ സന്ദർഭത്തിൽ ഇയ്യോബ് പ്രസ്താവിക്കുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത്. യാതൊരു ദൈവവചനമോ ശബ്ദമോ തനിക്കില്ല. ദൈവം തൻ്റെ കഷ്ടത കാണുന്നുവോ തൻ്റെ കരച്ചിൽ കേൾക്കുന്നുവോ എന്ന് പോലും ചിന്തിക്കാനാവാത്ത ആ സന്ദർഭത്തിൽ താൻ പ്രസ്താവിക്കുന്ന വാക്കുകൾ എക്കാലവും ഏത് ദൈവ പൈതലിനും ആശ്വാസം പകരുന്നവയാണ്. അതാണ് ഇവിടെ നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. അതിലൊന്ന്, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഇയ്യോബ് 16 അധ്യായം 19 വാക്യം. അതായത് എല്ലാവരും തനിക്കെതിരായാലും തനിക്ക് വിശ്വസ്തനായ ഒരു സാക്ഷിയും ജാമ്യക്കാരനും ഉണ്ട്. രണ്ടാമത് 13 അധ്യായം 15 വാക്യം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു, അങ്ങേയറ്റം ഇതുകൂടെ മാത്രമേ സംഭവിക്കാനുള്ളൂ, എങ്കിലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. മൂന്നാമത് 19 അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ എനിക്ക് ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. അവൻ ഈ പൊടിമേൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഒരുപക്ഷെ എൻ്റെ ഈ ത്വക്ക് എല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കും. എന്നാലും ഞാൻ ദേഹസഹിതനായി പുതിയ ദേഹത്തോടെ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ അവനെ കാണും. ഈ ഉറപ്പ് ശക്തമായ ഉറപ്പാണ്. മായം കലർത്താത്ത പ്രത്യാശയുടെ ഒരു പ്രതിഫലനമായി ഈ വാക്കുകളെ നമുക്ക് കാണാം. ഇത്ര വലിയ പ്രതിഷ്ഠയെയും സമർപ്പണത്തെയും മറികടക്കാൻ സർവവല്ലഭനായ ദൈവത്തിന് സാധിക്കുമോ? ഒരു നാളുമില്ല. ഇവയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാനും വയ്യ. ഇനിയും ഇയ്യോബിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് അവിടുത്തെ ബാധ്യതയായി മാറി. ദൈവം അത്ഭുതകരമായി നേരിട്ട് ഇറങ്ങി വന്ന് ഇയ്യോബിനോട് സംഭാഷിക്കാൻ ആരംഭിച്ചു.
തൻ്റെ മഹത്വം മുഴുവൻ അവന് വെളിപ്പെടുത്തി കൊടുത്തു. അവയുടെ വർണ്ണന കേട്ടിരുന്ന ഇയ്യോബ് നവചൈതന്യവും അത്ഭുത സൗഖ്യവും പ്രാപിച്ചു. നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം അവന് ഇരട്ടിയായി നൽകി എന്ന് 42-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞത് തന്നെ അവന് സംഭവിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സമർപ്പണത്തെ ഒന്ന് പരിശോധിക്കാം. ധൈര്യമായി നമ്മെ ദൈവകരങ്ങളിൽ അർപ്പിക്കാം. നമ്മുടെ പ്രാപ്തിക്ക് മീതെ നമ്മെ പ്രാപ്തരാക്കുകയും അസാധ്യമായവ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന തൽപരനായിരിക്കുന്ന ദൈവത്തെ, അല്ലെങ്കിൽ അവിടുത്തെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കാം. ആ മുഖത്തേക്ക് നോക്കിയവരാരും ഇന്നുവരെ ലജ്ജിച്ച് പോയിട്ടില്ല. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ഒരു പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നടത്തുന്ന വിധങ്ങൾക്കായും ആലോചനകൾക്കായും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ പുതുക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ലഭിക്കുന്ന വലിയ ഉൾക്കാഴ്ചയ്ക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ മാറാത്ത കൃപയിലും കരുണയിലും ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ അനുഗ്രഹകരമായ പുതിയ വർഷം എല്ലാവർക്കും ദാനം ചെയ്യണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.